മനസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ സെഷൻ നമ്പർ 2. അപ്പോൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഫസ്റ്റ് വി ഹാവ് സീൻ ദ analogy between electric and magnetic circuits. Okay, ഈ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ക്വസ്റ്റ്യൻ മേ ബി എക്സ്പെക്റ്റഡ് ഫ്രം ദിസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തായിരുന്നു? റിലക്റ്റൻസ് അല്ലേ? റിലക്റ്റൻസ് എസ് എന്താണ്? ഇറ്റ് ഈസ് L by mu A, ജസ്റ്റ് ലൈക്ക് റെസിസ്റ്റൻസ് R. പിന്നെ നമ്മൾ നോക്കിയിരുന്ന കാര്യം റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, റിലക്റ്റിവിറ്റി, പെർമിയബിലിറ്റി എല്ലാം നോക്കി. B ഈസ് ഇക്വൽ ടു mu H. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൽ D ഈസ് ഇക്വൽ ടു എപ്സിലോൺ E. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് വാട്ട് ഈസ് 𝐾𝐿. എന്താണ് 𝐾? ഇറ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്താ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, വി ഹാവ് സീൻ ഹൗ വി കെയിം ഇൻ ദിസ് എക്സ്പ്രഷൻ 𝐾 ഈസ് ഇക്വൽ ടു M by H. ഓക്കെ, അപ്പം μR എന്തായിരിക്കും? μR വിൽ ബി 1 plus Km. Based on Km, materials can be classified into 3 അല്ലെ? ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക്കിൽ കൈ എന്തായിരിക്കും? സ്മോൾ ആൻഡ് നെഗറ്റീവ് വാല്യൂ. പാരയിൽ സ്മോൾ പോസിറ്റീവ്, ഫെറോയില് ലാർജ് പോസിറ്റീവ്. ഓക്കെ, വി ഹാവ് സീൻ ദിസ്. പിന്നെ നമ്മൾ നോക്കിയിരുന്നത് ലോസ് ഓൺ മാഗ്നറ്റിസം. എത്ര ലോസ് നോക്കി? വി ഹാവ് സീൻ 2 ലോസ്. ആദ്യത്തേത് ബയോട്ട്-സാവാർട്സ് ലോ അല്ലെ? എന്താ ബയോട്ട്-സാവാർട്സ് ലോ പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് DH ഈസ് IDL sin theta by 4 pi r square. IDL sin theta by 4 pi r square. പിന്നെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ. ഏത് ഇന്റഗ്രൽ? ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ H dot dl is equal to I enclosed. We can also say H is equal to Ni by L. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയിരുന്ന മൂന്നാമത്തെ മെയിൻ ടോപ്പിക് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. അതായത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട് ഫ്രം -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. ഇത് കാരണം അറ്റ് എ പോയിന്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ കണ്ടക്ടർ, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? H ഈസ് ഇക്വൽ ടു I by 2 pi d. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. H ഈസ് ഇക്വൽ ടു I by 2 pi d. പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയിരുന്നത് വോൾട്ടേജ് അല്ലെ? വോൾട്ടേജ് എന്താണ്? V is equal to N-d∅/dt or L-di/dt. Using that we have seen inductance L is N-d∅/di. Okay, we have seen that. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നോക്കി അല്ലെ? ആദ്യത്തേത് ഫസ്റ്റ് വൺ ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇനി നമ്മൾ നോക്കുന്നത് second one is H due to a solenoid. ഒരു സോളിനോയിഡ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന്. അപ്പൊ എന്താണ് ഒരു സോളിനോയിഡ്? ഇങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ അല്ലെ, നമ്മുടെ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സോളിനോയിഡ്. ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ we will be having number of turns. ഓക്കെ, ഇവിടെ N എന്താണ്? N is the number of turns. ഈ ടേൺസിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് H will be, see, magnetic field H will be, it is Ni by D. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് Ni by D. അപ്പൊ ഒരു ചോദ്യം വരില്ലേ, എന്താണ് D? D is the length of the conductor. The number of turns N ആണെങ്കിൽ ഈ length, this length is D. ഇത് എവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ഓക്കെ, ഈ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്? ഇറ്റ് ഈസ് Ni by D. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? യു ഹാവ് ടു അപ്ലൈ റൈറ്റ് ഹാൻഡ് കേൾ റൂൾ അല്ലെ? നമ്മളെ
ഫിംഗേഴ്സ് 4 ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വെക്കുക ആണെങ്കിൽ തമ്പ് വിൽ പോയിന്റ് ടുവേർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഇറ്റ് ഈസ് NI/D. Okay, so the second one was magnetic field intensity due to a solenoid. The third one is magnetic field intensity due to a toroid. എന്താണ് toroid? Toroid means you will be having a circular cross section. Okay, ഇനി ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും? There will be number of turns, അല്ലെ? ഇങ്ങനെ ഈ ടൊറോയിഡിന്റെ മുകളിൽ എന്തുണ്ടാവും? നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. ഓക്കെ, കറണ്ട് I, നമ്പർ ഓഫ് ടേൺസ് ഇസ് N. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ്? ഹിയർ H is equal to NI/2πr. എന്താണ്? H is equal to NI/2πr. അപ്പോൾ ചോദ്യം വരും, എന്താണ് R? അല്ലെ, R എന്താണ്? ഇറ്റ് ഈസ് ദ മീൻ റേഡിയസ്. ഇതാണ് എന്ത്? ഇറ്റ് ഈസ് R. അപ്പോൾ H due to a solenoid is how much? It's NI/D. H due to a toroid is NI/2πr. Okay, again ഈ Hന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ you have to apply right hand curl rule. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ നമ്മൾ 3 കാര്യങ്ങൾ നോക്കി അല്ലെ. ആദ്യത്തത് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ, സെക്കൻഡ് വൺ ഡ്യൂ ടു എ സോളിനോയിഡ്, തേർഡ് വൺ ഡ്യൂ ടു എ ടൊറോയിഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർത്ത് വൺ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. H due to a circular current carrying loop. അപ്പോൾ എന്താണ്? You have a circular loop അല്ലെ, have a radius R. എന്താണത്? സർക്കുലർ ലൂപ്പ്. ഇനി ഈ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താ? ഇറ്റ് ഈസ് I. അങ്ങനെ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ H? H ഈസ് H at the center of loop. Center of loop H will be I/2R. എന്താണ് H? It is I/2R. എവിടെ? At the center of the loop. Okay, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ again you have to apply right hand thumb rule. Okay, right hand thumb rule. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്താൽ ഫിംഗേഴ്സ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് I അല്ലെ. 4 ഫിംഗേഴ്സ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് I. അങ്ങനെ ആണെങ്കിൽ തമ്പ് വിൽ ബി പോയിന്റിങ് ഫ്രം ദിസ് പേപ്പർ ടു അപ്വേർഡ്സ് അല്ലെ. ഈ പേപ്പറിൽ നിന്ന് പുറത്തേക്ക് ആയിരിക്കും Hന്റെ ഡയറക്ഷൻ. അപ്പോൾ H എന്താണ്? H ഈസ് I/2R. ഇനി B കാണാൻ ആണ് ചോദ്യം എങ്കിൽ ഹൗ യു വിൽ ഫൈൻഡ് ഔട്ട്? B is equal to mu into H. B is equal to mu into H, or B is equal to mu naught mu R into H. Air ആണെങ്കിൽ mu R will be equal to 1, and any other material ആണെങ്കിൽ you should substitute that value of mu R. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തത് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ, second one due to a solenoid, third one due to a toroid, and the fourth one due to a circular current carrying loop. Okay, അപ്പോൾ ഇതാണ് H, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. യൂഷ്വലി ചോദിച്ച് വരാറുള്ള ഒരു യൂഷ്വൽ ഷേപ്സിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ഇത്. ഓക്കെ, then we have seen voltage. എന്താണ് വോൾട്ടേജ്? നെക്സ്റ്റ് ടോപ്പിക് വിച്ച് വി മസ്റ്റ് സീ മീൻസ് ടോപ്പിക് നമ്പർ 6. എന്താണ്? ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്?
ഇതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് വൺ, ഫോഴ്സ് ഡ്യൂ ടു എ മൂവിങ് ചാർജ്. ഒരു മൂവിങ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ഉണ്ട്. ഓക്കെ, അവിടെ യു ഹാവ് ചാർജ് ക്യൂ, ആൻഡ് ദിസ് ക്യൂ ഈസ് ട്രാവലിംഗ് ഇൻ എനി ഡയറക്ഷൻ. അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ക്യൂ എന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. എന്താണ് എഫ്? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. എന്താ വി? വി ഇസ് ദ വെലോസിറ്റി. വാട്ട് ഈസ് ബി? ബി ഇസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് എഫ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി ക്രോസ് ബി. എഫ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി ക്രോസ് ബി. ആൻഡ് വാട്ട് ഈസ് എഫ് ബൈ ക്യൂ? F by Q is E, electric field intensity E. So electric field intensity is എന്താണ്? V cross B. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതുന്നതെങ്കിൽ that will become BV sin theta. പക്ഷെ ഇത് എന്താണ്? It's for only a unit length. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ലെങ്തിനുള്ള E എന്തായിരിക്കും? That will be BLV sin theta. So what is E? E is BLV sin theta. Okay. ഇനി F is Q into V cross B. അല്ലെ? ഈ V എന്താണ്? V is velocity. അല്ലെ? What is velocity? Velocity is BL by dt. അല്ലെ? Length by time ആണ് എന്ത്? Velocity. അപ്പോ ഇവിടെ എന്തുണ്ട്? ഇവിടെ Q ഉണ്ട്, ഇവിടെ dt ഉണ്ട്. And what is dq by dt? It is എന്താണ്? It is current I. So I can write F as I into L cross B. I into L cross B. Or I can write F as BIL sin theta. എന്താണ് F? It is BIL sin theta. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ഇ? ഇ ഈസ് BLV sin theta. വാട്ട് ഈസ് എഫ്? എഫ് ഈസ് BIL sin theta. This we have seen from our basic equation. എന്താണ് basic equation? F is Q into V cross B. അപ്പൊ ഇതാണ് ആദ്യത്തെ സബ് ടോപ്പിക്, എന്ത്? ഫോഴ്സ് ഡ്യൂ ടു എ മൂവിങ് ചാർജ്. The second sub topic is force due to a current carrying conductor. അതായത് there are two conductors, they carry current I1 and I2. എന്താണ്? they carry current I1 and I2. ഇവിടെ ഞാൻ I1 and I2 സെയിം ഡയറക്ഷനിലാണ് ഞാൻ എടുത്തത് അല്ലെ? അപ്പൊ I1 ഈ ഒരു ഡയറക്ഷനിൽ ആണെങ്കിൽ ഈ I1 കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് ഡയറക്ഷനിൽ ആയിരിക്കും അല്ലെ? അപ്പോ I1ന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ തമ്പ് പ്ലേസ് ചെയ്താൽ, ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി ക്രോസ് ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ഡോട്ട് അല്ലെ? I1ന്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് പ്ലേസ് ചെയ്താൽ ദ ഡയറക്ഷൻ ഓഫ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതുപോലെ ഫോർ I2 യു ഹാവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആസ് ദിസ്. അതായത് ഇവിടെ ഡയറക്ഷൻ എന്താണ്? ഈ ഭാഗത്ത് ഇറ്റ് ഈസ് ഇൻ ടു ദ പേപ്പർ, ഇവിടെ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ പേപ്പർ. ഇവിടെയോ? ഇവിടെ ഇൻ ടു ദ പേപ്പർ ഉണ്ട്, ഔട്ട് ഓഫ് ദ പേപ്പർ ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ ദിസ് സ്പേസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഒപ്പോസിങ് ഈച്ച് അതർ. എന്താണ്? ഒപ്പോസിങ് ഈച്ച് അതർ. അപ്പോ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആയിരിക്കും. ഈ രണ്ട് ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സ്ട്രോങ്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും?
it will be always from strong to weak magnetic field. അപ്പോൾ current direction same ആണെങ്കിൽ force എന്താണ്? Force is always attractive in nature. Okay, current direction is same, force is always attractive. ഇനി current opposite ആണെങ്കിലോ force will be always repulsive. Force will be always repulsive. ഇനി ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് F is equal to mu I1 I2 by 2 pi d. എന്താണ്? ഇറ്റ് ഈസ് mu I1 I2 by 2 pi d. എന്താണ് d? d is the distance between the two conductors. അതാണെന്ത്? ഇറ്റ് ഈസ് d. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പറഞ്ഞിരിക്കുന്ന ഓരോരോ ടോപ്പിക്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും വളരെ ക്രിസ്പ് ആയിട്ടാണ് പറഞ്ഞിട്ട് ഉള്ളത്. സോ അതെല്ലാം ഓർത്തു വെക്കുക. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു അവർ പ്രോബ്ലംസ്. നോക്കുക, എന്താണ് ആദ്യത്തെ ചോദ്യം? In electric magnetic field analogy, what is electrical equivalent analogous of permeability and flux density respectively? എന്താണ്? ഇലക്ട്രിക്കൽ ഇക്വലന്റ് അനലോഗസ് ഓഫ് പെർമിയബിലിറ്റി ആണ് ചോദിക്കുന്നത് അല്ലെ. എന്താണ് പെർമിയബിലിറ്റിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് അനലോഗസ് ക്വാണ്ടിറ്റി? സോ വി നോ reluctance എന്താണ്? reluctance S is L by mu A. reluctanceന്റെ ഇക്വലന്റ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് റെസിസ്റ്റൻസ് ആർ? ഇറ്റ് ഈസ് റോ L by A. എന്താണ്? റോ L by A. അപ്പൊ ഇവിടെ L by A, ഇവിടെ L by A, they are common. അപ്പോ ഇതെന്താണ്? റോ, ഇറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി. സോ റെസിസ്റ്റിവിറ്റി ഈസ് അനലോഗസ് ടു 1 by mu, or mu ഈസ് അനലോഗസ് ടു എന്തായിരിക്കും? 1 by rho അല്ലെ. എന്താണ് mu? mu ഈസ് പെർമിയബിലിറ്റി. വാട്ട് ഈസ് rho? rho ഈസ് resistivity. So what will be 1 by rho? 1 by rho will be sigma, that is conductivity. But എന്താണ് analogous quantity of permeability? That will be conductivity. Okay, so in magnetic field, permeability is analogous to conductivity in electric field. അടുത്തത് എന്താണ് ചോദ്യം? ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റിനോട് എന്താണ് അനലോഗസ് എന്നാണ്. എന്താ ഫ്ലക്സ് ഡെൻസിറ്റി? ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ബി, അതായത് 5/A അല്ലെ. ടോട്ടൽ ഫ്ലക്സ് ബൈ ഏരിയ ആണ് എന്ത്? ഫ്ലക്സ് ഡെൻസിറ്റി. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ്? ഇറ്റ് ഈസ് കറന്റ് ഡെൻസിറ്റി. That is J. J is current by area. Okay, so flux density in the analogous quantity is current density J. So the answer will be conductivity and current density. So correct answer will be option A. Okay, next one. എന്താണ്? Two cores A and B made up of materials with relative permeability 300 and 400 respectively. അതായത് mu r അല്ലെ. mu r A-ൻ്റെത് എന്താണ്? 300. mu r B-ൻ്റെത് എന്താണ്? ഇറ്റ് ഈസ് 400. have identical physical dimensions. അതായത് ലെങ്ത് ആൻഡ് ഏരിയ എന്താണ്? ഐഡന്റിക്കൽ ആണ് അല്ലെ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് റിലക്ടൻസ് ഓഫേർഡ് ബൈ എ ആൻഡ് ബി തമ്മിൽ എന്താണ് ബന്ധം?
Again, it is a very simple one. എന്താണ് reluctance S? It is L by mu. It is L by mu A. So what will be reluctance of A? It will be L by mu naught mu r A into A. Reluctance of B, L by mu naught mu r B into A. അപ്പോ SA by SB എന്തായി മാറും? That will be mu RB by mu RA. എന്താണ് mu RB? 400 by 300. അതായത് 4 by 3. So you can say reluctance offered by A is 4 by 3 times reluctance offered by B. So 4 by 3, it will come as 1 point something. 4 by 3 എന്ന് പറയുമ്പോൾ 1 point something വരും. So SA is greater than SB. 1 point something times greater than SB. So what can you say? You can say reluctance offered by A is more than B. എന്തായിരിക്കും correct answer? Correct answer will be reluctance offered by A is more than B. How much more? 4 by 3 times more than reluctance offered by circuit B. Okay. Yes. Third one. Determine the force between two parallel conductors. എന്താണ് ഇവിടെ? Two parallel conductors of length 1 meter separated by 50 centimeter in air. 50 centimeter എന്ന് പറയുമ്പോൾ 0.5 meter. And carrying currents of 30 ampere in same direction and opposite direction. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം in same direction. Same direction ആണെങ്കിൽ the force will be attractive. Opposite direction ആണെങ്കിൽ the force will be repulsive. So what is F? F is mu naught I1 I2 by 2 pi d. എന്താണ് mu naught? It is 4 pi into 10 raised to minus 7. I1 is 30, I2 is 30 by 2 pi into 0.5 into 0.5. So ഇവിടെ pi cancel I 2. So this will come around 0.5 മുകളിലേക്ക് പോയാൽ അതെന്താവും? 2 into 2 4 into 900 into 10 raised to minus 7 or 3600 into 10 raised to minus 7 Newton. ഇവിടെ എന്തിലാണെല്ലാം ഇറ്റ് ഈസ് ഇൻ മില്ലി ന്യൂട്ടൺ അല്ലേ. അപ്പോൾ മില്ലി ന്യൂട്ടണിൽ എനിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഐ വിൽ ഡു? 36 into 10 raised to minus 3 into 10 raised to minus 4 ന്യൂട്ടൺ അല്ലെ. ഈ 10 raised to minus 7 10 raised to minus 3 into 10 raised to minus 4 എന്ന് ഞാൻ എഴുതി. അപ്പൊ ഇനി 10 raised to minus 4 ഇവിടെ ഞാൻ അപ്ലൈ ചെയ്താൽ it will come 0.36 into 10 raised to minus 3 Newton or 0.36 millinewton. So എന്താണ് ആൻസർ? 0.36 millinewton. എപ്പോ? when currents are in the same direction. So force will be attractive. How much force? 0.36 millinewton. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ? if currents are traveling in opposite direction, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റം ഒന്നുമില്ല അല്ലെ. just the direction of force will be repulsive now, but the magnitude of force is constant, 0.36 millinewton. So the correct option will be option C അല്ലെ. 0.36 millinewton, 0.36 millinewton. ഓക്കെ. അപ്പൊ ഇത് സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. കാരണം എന്താ? വി നോ സെയിം ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഷുഡ് ബി സെയിം. പക്ഷെ ബാക്കി എല്ലാ ഓപ്ഷനിലും എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ഡിഫറെന്റ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി, 0.36 millinewton.
Okay. Question number 4. A coil of 600 turns and resistance of 20 ohm is wound on an iron ring of mean circumference area of 5 centimeter square. Okay. It is connected to a DC supply of 24 volt. If the relative permeability of iron is 800, what will be the magnitude of magnetomotive force? എന്നാണ് ചോദ്യം. ഒരു അയൺ റിംഗ് ഉണ്ട് അല്ലെ, ഇതുപോലെ ഒരു അയൺ റിംഗ് ഉണ്ട്. ഓക്കെ, ഇനി ഈ റിംഗിന്റെ മുകളിൽ there are number of turns. How many number of turns? There are 600 number of turns. Okay, there are 600 number of turns. And it is connected to a 24 volt DC supply. Okay, DC of 24 volt. And the total wire and resistance and then it is 20 ohm. What he is asking the magnitude of magnetomotive force. That means he is asking MMF. What is MMF? MMF is NI. N, you know, it is 600 terms. And what is I? I will be V by R. So and I is V 24 by 20. That is 12 by 10 or 1.2 amperes. So MMF will be 600 into 1.2 or 60 into 12 or 720 ampere turns. So the correct answer is option A, 720 ampere turns. ഇനി ഇതിൽ തന്നെ ഫ്ലക്സ് ആണ് കാണാൻ ചോദ്യം വന്നിരുന്നെങ്കിലോ, ഫ്ലക്സ് will be MMF by reluctance. So what is MMF? NI by reluctance is L by mu A. Okay, അപ്പൊ ഇതാണ് എന്ത് ഫ്ലക്സ്. ഇവിടെ അയൺ ആണ്. സോ ഇറ്റ് വിൽ ബി NI by L by mu naught mu R into A. Okay, ഇതാണ് how you will find out the flux. NI by L by mu naught mu R A. ഇവിടെ നോക്കുക, we have given it is connected to a DC supply of 24 volt. എന്താണ് ഇവിടെ ഈ DC സപ്ലൈന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് ഉണ്ട്. Why? Because this coil will have resistance and also inductance. അല്ലെ, ആറും ഉണ്ടാവും, ഒരു എല്ലും ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ DC സപ്ലൈ പ്രൊവൈഡ് ചെയ്ത കാരണം ഇൻഡക്ടൻസ് സ്റ്റഡി സ്റ്റേറ്റിൽ എന്തായി മാറും? ഫോർ എ DC സപ്ലൈ ഇൻഡക്ടൻസ് വിൽ ബി ഷോർട്ട് സർക്യൂട്ട്. അല്ലെ, inductance will be short circuit. So the only opposing thing to a DC supply here will be resistance R. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇവർ ഇൻഡയറക്ട്ലി പറയുന്നത് എന്താണ്? ഈ കോയിൽ കാരണമുള്ള ഇൻഡക്ടൻസ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്നതാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ വി ഹാവ് ഗോൺ ഫോർ ദ ഫോർമുല I is equal to V by R. ഇനി അങ്ങനെയല്ല, ഇൻപുട്ട് AC ആയിരുന്നെങ്കിലോ, you must use R by root of R square plus omega L square. Okay, so your answer is 720 ampere turns. Fifth one, the flux density at a point in space is given by B is equal to 4xAx 2ky_ay plus 8az. The value of constant K is equal to. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഗേറ്റിനൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്താണ് ബി? സി, ഫോർ എനി ബി ലൈക്ക് BX_AX plus BY_AY plus BZ_AZ. As per Maxwell's equation, del dot B is always 0. എന്താണ് del dot B is always 0. എന്താണ് del dot means? Del dot means divergence അല്ലെ, അതായത് divergence of B is always 0.
we will see what is divergence. But before that, ഇതാണ് B എങ്കിൽ, like Bx Ax, By Ay, Bz Ax. If this is B, then del dot B is dou Bx by dou x plus dou By by dou y plus dou Bz by dou z. ഇതാണ് എന്ത്? ഡെൽ ഡോട്ട് ബി. ഇതാണ് ഡൈവർജൻസിന്റെ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. EMFT പഠിക്കുന്ന സമയത്ത് വി ലേൺ 3 കോർഡിനേറ്റ്സ് അല്ലെ? ആദ്യത്തത് കാർട്ടീഷ്യൻ, സെക്കൻഡ് വൺ സിലിണ്ടറിക്കൽ ആൻഡ് ദ തേർഡ് വൺ സ്ഫെരിക്കൽ. ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഡെൽ ഡോട്ട് ബി കാണാനുള്ള ഫോർമുല ആണിത്. എന്ത്? ഡോ ബി എക്സ് ബൈ ഡോ എക്സ്, ഡോ ബി വൈ ബൈ ഡോ വൈ ആൻഡ് ഡോ ബി സെഡ് ബൈ ഡോ സെഡ്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഫോർ അവർ ക്വസ്റ്റ്യൻ what will be del dot b? Del dot will be dou by dou x of എന്താണ് dx? It is 4x അല്ലെ? Plus dou by dou y of what is by? It is 2k/ay. It is 2k/ay. And dou by dou z of what is bz? It is 8. അപ്പോൾ ഇനി if you differentiate this അല്ലെ, 4x with respect to x ചെയ്താൽ you will get 4 plus ഇവിടെ 2k not ay, it is 2ky. Okay, ax, ay, az എന്താണ്? They are unit vectors. Okay, they are unit vectors. അപ്പോൾ by എന്താണ്? It is 2ky. So 2ky നെ with respect to y differentiate ചെയ്താൽ what you will get? You will get 2k. And dou by dou z of 8. 8 is a constant value. And if you differentiate that, you will get 0. And this whole thing is equal to 0. Whole thing is equal to 0 according to Maxwell's equation. അങ്ങനെ ആണെങ്കിൽ 2k plus 4 is equal to 0. Or 2k is minus 4. Or k is equal to minus 2. അപ്പോൾ എന്താണ് k? K is equal to minus 2. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ഫോർ എനി ബി. ഓക്കെ, ഫോർ എനി ബി ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. അങ്ങനെ ആണെങ്കിൽ യു ഹാവ് ഫൗണ്ട് ദ വാല്യൂ ഓഫ് കെ യൂസിങ് ദിസ് ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഡൈവർജൻസ്. എന്താണ് ഡൈവർജൻസ്? ഡൈവർജൻസ് മീൻസ് divergence always means net flow. എന്താണ് നെറ്റ് ഫ്ലോ? എന്താണ് നെറ്റ് ഫ്ലോ? അസ്യൂം ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ പൈപ്പിലൂടെ എന്താണ്? വാട്ടർ ഈസ് ട്രാവലിംഗ് ത്രൂ ദിസ് പൈപ്പ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഹിയർ ഐ ടേക്ക് എ വോള്യം. ഇതുപോലെ ഒരു സ്ഫെരിക്കൽ വോള്യം ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, സി ദ ഫ്ലോ ഓഫ് വാട്ടർ into this area or into this volume is equal to flow of water outside of this volume. അല്ലെ? അതായത് inward flow is equal to outward flow, or you can say net flow is equal to 0. അങ്ങനെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഡൈവർജൻസ് of this water flow will be equal to 0. Okay, ഇനി സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ എ പൈപ്പ്. ഓക്കെ, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. യെസ്, ദിസ് ഈസ് എ പൈപ്പ്. ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ എന്താണ്? വെള്ളം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഇല്ല എങ്കിൽ, ആൻഡ് ഇഫ് യു കൺസിഡർ എ വോള്യം ലൈക്ക് ദിസ് അല്ലെ,
ഈ ഒരു വോള്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പൈപ്പിലേക്ക് എന്താണ്, ഈ പൈപ്പിൽ നിന്ന് വാട്ടർ ഈസ് ഫ്ലോയിങ് ഔട്ട്സൈഡ് അല്ലെ, വാട്ടർ ഈസ് ഫ്ലോയിങ് ഔട്ട്സൈഡ്. അപ്പോ ഇവിടെ എന്താണ്, നെറ്റ് ഫ്ലോ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നോക്കുക, ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വെള്ളം വി ഹാവ് നോട്ട് കൺസിഡേർഡ്. ഓക്കെ, പൈപ്പിൽ നിന്നും പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന വെള്ളം മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പൈപ്പ് എന്താണ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് വാട്ടർ. എന്താണ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് വാട്ടർ. ഇവിടെ ഡൈവർജൻസ് എന്തായിരിക്കും, ഡൈവർജൻസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അത് മാത്രമല്ല, ഡൈവർജൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഡൈവർജൻസ് ഈസ് പോസിറ്റീവ് ഫോർ വാട്ട്, സോഴ്സ്. ഫോർ എനി സോഴ്സ് ഡൈവർജൻസ് ഈസ് പോസിറ്റീവ്. അങ്ങനെ ആണെങ്കിൽ ഫോർ എനി സിങ്ക് what will be divergence? Divergence will be less than 0. That means divergence is negative. Okay, ഇതാണ് ഡൈവർജൻസിന്റെ ഒരു ബേസിക് ഐഡിയ. എന്തിനാണ് ഈ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ന് വെച്ചാൽ, ഫോർ അവർ കേസ്, ദാറ്റ് മീൻസ് ഫോർ എ മാഗ്നറ്റ്, ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. You know, magnetic field lines are always from where to where? It is from north pole to south pole. അല്ലെ, ഈ മാഗ്നറ്റിന്റെ പുറത്ത് ഇറ്റ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ആൻഡ് മാഗ്നറ്റിന്റെ അകത്ത് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. അല്ലെ, അങ്ങനെ തന്നെ എന്തുണ്ടാവും, യു വിൽ ബി ഹാവിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്താലോ, ലൈക്ക് ദിസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ദ ഇൻവേർഡ് ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട്, ഔട്ട്വേർഡ് ഫ്ലോ. അല്ലെ, എന്താണ്, ഇൻവേർഡ് ഫ്ലോ ഈസ് ഈക്വൽ ടു ഔട്ട്വേർഡ് ഫ്ലോ. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, ഡൈവർജൻസ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഒരു ഏരിയ എടുത്താലോ, again എന്താണ്, ഇൻവേർഡ് ഫ്ലോ ഈസ് ഈക്വൽ ടു ഔട്ട്വേർഡ് ഫ്ലോ ആൻഡ് ഡൈവർജൻസ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഒരു ഏരിയ എടുത്താലോ, again എന്താണ്, ഇൻവേർഡ് ഫ്ലോ, ഒരു ഏരിയ എടുത്താലോ, again ഇൻവേർഡ് ഫ്ലോ ഈസ് ഈക്വൽ ടു ഔട്ട്വേർഡ് ഫ്ലോ ആൻഡ് ഡൈവർജൻസ് ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു മാഗ്നറ്റിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ഒരു ഏരിയ കൺസിഡർ ചെയ്താലും ഓൾവേസ് എന്തായിരിക്കും, ഓൾവേസ് ഡൈവർജൻസ് വിൽ ബി 0. എന്താണ്, ഓൾവേസ് ഡൈവർജൻസ് ഈസ് ഈക്വൽ ടു 0. ഓർ ഇൻ അതർ ലാംഗ്വേജ് യു ക്യാൻ സേ മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇത് ആണോ? അല്ല. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, എ പോയിന്റ് ചാർജ് Q. അപ്പൊ ഈ Q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? ഇറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. അല്ലെ, ഇങ്ങനെ അല്ലെ, റേഡിയലി ഔട്ട്വേർഡ്. ഇനി ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്ത് ലൈക്ക് ദിസ്, കൺസിഡർ ഏരിയ. ഇവിടെ എന്താണ്, there is a net flow. അല്ലെ, ഈ ഏരിയ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെ, ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, electric field. This area is acting as a source of electric field. ഇവിടെ ഡൈവർജൻസ് 0 ആവോ? ഇവിടെ ഡൈവർജൻസ് will not be equal to 0. ഇതെന്താണ്, സോഴ്സ് ആണ്. ഹിയർ ഡൈവർജൻസ് will be positive, greater than 0. Or you can say electric monopoles exist. അല്ലെ, ഇലക്ട്രിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡൈവർജൻസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണോ ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, പ്ലസ് ക്യൂവിന് ഒരു മൈനസ് ക്യൂ വേണമെന്നില്ല. അതുപോലെ ഒരു മൈനസ് ക്യൂവും എന്താണ്,
സെപ്പറേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാഗ്നറ്റിക് കേസിൽ ഒരു നോർത്ത് പോളിന് സെപ്പറേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? നോ, ഇറ്റ് ക്യാൻ നെവർ എക്സിസ്റ്റ്. എ നോർത്ത് പോൾ ഈസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ എ സൗത്ത് പോൾ. അങ്ങനെ അക്കമ്പനി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് കണ്ടിന്യൂസ്. ഓക്കെ, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് ആൻഡ് ഫ്രം സൗത്ത് ടു നോർത്ത്. സോ we say magnetic monopoles do not exist, and therefore divergence will be always equal to 0 in a magnetic field. Okay, so divergence is always equal to 0 in a magnetic field. In the magnetic field, in a steady magnetic field. Okay, in a steady magnetic